കയ്യാണ്ടേക്കിലേക്ക് ഒരു സ്വാഗതം. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ എങ്ങനെ ബിഗ് ബബിൾ ഉണ്ടാക്കാമെന്ന്. നിങ്ങൾ ആരെയും പറഞ്ഞു കൊടുത്തെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പം നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ലിക്വിഡിലേക്കുള്ളതാണ്, അതായത് അതിന് സൊല്യൂഷൻ, ബബിൾ വരെയുള്ള സൊല്യൂഷനാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ബക്കറ്റാണ് ഇച്ചിരി വാവട്ടമുള്ള ബക്കറ്റ് എടുക്കുന്നത് ഇച്ചിരി നല്ലത്. ഞാൻ തപ്പിയിട്ട് കിട്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഈ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അപ്പം നമുക്കിത് ആദ്യം ചെയ്യേണ്ടത് 2 ഗ്ലാസ് വെള്ളമാണ്. അതായത് 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു. നമ്മൾ എടുക്കാൻ പോകുന്ന ഡിഷ് വാഷാണ്. ഈ വിമ്മിൻ്റെ ആണ് ഡിഷ് വാഷ് എടുക്കുന്നത്. ഇതും നമ്മൾ നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പം ആദ്യം ഇതൊരു 1/2 ഗ്ലാസ് ഡിഷ് വാഷ് എടുക്കണം. ഓക്കെ, 1 ഗ്ലാസ് ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ എടുത്ത ബക്കറ്റിലേക്ക് ഒഴിക്കാം. അത് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകി വെക്കണം, അതിൻ്റെ പറ്റി പിടിച്ചിരിക്കുന്നില്ല. നമ്മൾ ആദ്യം ഈ സോപ്പ് പൊടിക്ക് വേറെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് ഇത്. ഇതാണ് നമ്മൾ തുണി കഴുകാനൊക്കെ എടുക്കുന്നത്. അപ്പം അത് ഒരു 1/2 ഗ്ലാസ് ഒഴിക്കണ്ട, 1/4 ഗ്ലാസ് മാത്രം മതി. ഇത്രയും മതി. ഇതും നമ്മൾ നേരത്തെ വെച്ച് ആ സൊല്യൂഷനിലേക്ക് ഒഴിക്കാം. വെള്ളം വെളിയിൽ നിന്ന് തോനെ എടുക്കല്, അപ്പോൾ അതിൻ്റെ അളവെല്ലാം മാറും. അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കണം. ഇത് ഗിൽട്ടറിങ് ആണ്. ഇതിനടുത്ത് ഒഴിക്കാൻ പോകുന്ന ഗിൽട്ടറിങ്. ഇതും ഒരു 1/4 ഗ്ലാസ് നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. മിക്സ് ചെയ്യാം. ഞാനൊരു PVC പൈപ്പ് ഇട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വല്ല കമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താലും മതി. നമുക്കിനി ഈ പദം മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഈ വലിയ ബബിൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയതായിട്ടുള്ള ഒരു മിഷ്യൻ വേണം. ഒരു മിഷ്യൻ അല്ല, ഒരു മീഡിയം വേണം. ആ മീഡിയം നമുക്ക് കമ്പിയാണ്. ഇതൊരു അലുമിനിയം കമ്പിയാണ്. ഈ കമ്പി ഇതിലാണ് നമുക്ക് പിടിക്കാനായിട്ടുള്ള പിടി ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനാണെങ്കിൽ നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം മാത്രം കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ ഇന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടും സെയിം അളവായിരിക്കണം. ഉപ്പ് വെക്കാനായിട്ട് കെട്ടാനായിട്ടൊരു ഹോള് വേണം. ആ ഹോള് ഇടാൻ നമുക്കൊന്ന് ഇത് കെട്ട് കമ്പി പ്ലെയർ വെച്ചൊന്ന് വളച്ചെടുക്കാം. നമുക്ക് വേണ്ടത് 1 മീറ്റർ നീളത്തിലാണ് ഈ കയർ വേണ്ടത്. ഏകദേശം 1 മീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കാം. ഏകദേശം ഇതൊരു മീറ്റർ ഉണ്ട്. നമുക്ക് ഇത് ഈ രണ്ട് കമ്പിയിലായിട്ട്
കെട്ടണം. അതിന് മുമ്പിട്ട് ആദ്യമേ നീളത്തിൽ ഇത് ഇട്ടേക്കണം. എന്തായാലും അവസാനം പറയാം. കയറ് ഇടേണ്ട ആവശ്യം. അതിനുശേഷം നടുക്കായിട്ട് നമ്മളൊരു നട്ട് ഇടണം. അത് ആ ലിക്വിഡിലേക്ക് ടയർ മുങ്ങിപ്പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ നട്ടിടുന്നത്. അതിനുശേഷം മറ്റേ കമ്പിയിലേക്ക് ഇത് കയറ്റി ഗ്യാപ്പ് ഇട്ടിട്ട് കെട്ടാം. ശേഷം ഇതും അതും തമ്മിൽ നേരത്തെ നമ്മളെടുത്ത 2 കയറിൻ്റെയും അറ്റം നമ്മൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ഇപ്പം മനസ്സിലായത് നമ്മൾ ഈ കയറുവെട്ടി 2 തമ്മിൽ കൂട്ടിക്കെട്ടാനാണ്. ശേഷം നമുക്ക് ആ ലിക്വിഡിലെ പത മൊത്തം മാറി കാണാം. ശേഷം ഇത് നോക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇനി ഇതിനൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് താഴെ ബെല്ലൈക്കൻ ഒന്ന് തല്ലി പൊട്ടിക്കണം. ഇനി ഇതിനൊക്കെ നല്ല വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടാട്ടോ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ താഴെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി ഇതിനൊക്കെ നല്ല വീഡിയോസ് കാണുന്നത് റിച്ചു രാജീവ് സൈനിങ് ഔട്ട്.